ഇന്ന് നമ്മൾ ക്രിസ്മസ് സ്റ്റാർ ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പോണേണ്. തുമ്മലടിന്നാ നമുക്കിന്ന് റീത്തും സ്റ്റാർസും പിന്നെ പുൽക്കൂടൊക്കെ റെഡിയാക്കാം. നമ്മൾ ഓൾറെഡി ക്രിസ്മസ് ട്രീ ഒക്കെ റെഡിയാക്കിയിട്ട് അതിൻ്റെ കഴിഞ്ഞ വ്ളോഗ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റീത്തൊക്കെ നമ്മൾ സ്വന്തമായിട്ട് മേക്ക് ചെയ്യാണ് ചെയ്യണം. അപ്പോൾ അതിനുള്ള സാധനങ്ങൾ നമ്മൾ ഓൾറെഡി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. നമുക്കിനി അത് ഉണ്ടാക്കാം. ഇത് സോനയുടെ വികൃതികൾ ആണ് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് സ്റ്റാർ ഇട്ടിട്ടില്ല നമ്മൾ. പിന്നെ അത് എന്തോ പക്ഷേ ഞാൻ ഈ പറയുന്നത് സ്റ്റാർ ഇട്ടിട്ടില്ല. എന്തെന്നായിരുന്നു ക്രിസ്മസ് പുൽക്കൂടും വെച്ചിട്ടില്ല. രണ്ടും കൂടി വെക്കാനുണ്ട്. ട്രീ നമ്മൾ കഴിഞ്ഞ ദിവസം ഓൾറെഡി വെച്ചായിരുന്നു. അപ്പം നമുക്ക് അതിന് മുന്നേ നമുക്ക് നമ്മുടെ പഴയ ഓർമ്മകളൊന്നും അയവർക്കാം. ഞങ്ങളുടെ കുഞ്ഞിലത്തെ ഫോട്ടോ കാണിച്ചില്ല ഗൈസ്. ഞങ്ങൾ വെറുതെ ഇതൊക്കെ എടുത്തപ്പോൾ ആൽബം കണ്ടു. അപ്പം നിങ്ങളെ കൂടി കാണിച്ചിടാന്ന് വിചാരിച്ചു. ആൽബം പഴയ ആൽബമാണ്. ആൽബത്തിന്റെ കോലം കണ്ട് പേടിക്കണ്ട, ചട്ടയൊക്കെ പറഞ്ഞു പോന്നു. പഴയ ആൽബമാണ്. പിന്നെ ഇത് എന്നെ തവിട് എടുത്ത് വാങ്ങിച്ചേക്കണേ എന്ന് കറക്റ്റ് പറഞ്ഞത് ശരിയാണ് ഗൈസ്. സൂര്യാസ് ആൻഡ് ഫാമിലി ആൽബം ഞാൻ എഴുതി വെച്ചതാ കുഞ്ഞിലെ. സൂര്യ ആൻഡ് ഫാമിലി ആൽബം. ആൻഡ് രജനി ആൻഡ് സുധാകരൻ. ഇവിടെ നീ തവിട് കൊടുത്ത് വാങ്ങിച്ച ഞങ്ങള് അരയത്തിയുടെ കയ്യിൽ 10 രൂപയ്ക്ക് 50 പൈസക്ക് പറഞ്ഞിട്ടുണ്ട്. നിന്നെ ചീര കൊടുത്ത് വാങ്ങിച്ചാണ്. ചീര അല്ലായിരുന്നു, ചാള എങ്ങാണ്ട് കൊടുത്ത് വാങ്ങിച്ചാ. നിന്നെ നോട്ട് നീ. ഓക്കെ, ഞാൻ ആദ്യത്തെ വെച്ചതെന്ന് എനിക്കറിയാം എങ്ങനെയാന്ന്. നിന്നെ എനിക്കറിയാലോ എങ്ങനെയാ വാങ്ങിച്ചത്. നീ കാണിച്ചു കൊടുക്കും. ആ ഗൈസ്, ഇത് നോക്കൂ ഗൈസ്. ഇതൊക്കെ അല്ല അമ്മയുടെ ഒത്തട്ട പരിപാടി. ഇതിൽ ഞങ്ങൾ പറഞ്ഞു കൊടുത്തത് അച്ഛൻ, ഇത് അമ്മ പഴയ കല്യാണത്തിൻ്റെ സമയത്ത്. ആൻഡ് ഇത് ഞാൻ, ഇതമ്മ, ഇത് ചേട്ടൻ, ഇതായിരിക്കുന്ന സാധനം ചേച്ചി, ആൻറ്റി, അച്ഛൻ സുന്ദരിയ. ഇത് അമ്മയുടെ അച്ഛനും അമ്മയുടെ അമ്മയും. ഇത് ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ. അച്ഛൻ, അമ്മ, ചേച്ചി, ചേച്ചി, ഞാൻ. ഇത് ഞങ്ങൾ 2 പേരും. എങ്ങനെയുണ്ട് ഗൈസ്? സൂപ്പർ അല്ലേ ഗൈസ്? ഞാൻ ഉണ്ടാക്കിയ സ്റ്റാറാണ്. എങ്ങനെയുണ്ട്? നല്ല രസമില്ല. ഇനിയും നമുക്ക് ഉണ്ടാക്കാനുണ്ട്. ഇത് കണ്ട, ഇനിയും നമുക്ക് ഉണ്ടാക്കാനുണ്ട് ഗൈസ്. ഞാൻ ഇത് വെച്ചാണ് ഉണ്ടാക്കുന്നത്. ഗൈസ്, നമ്മൾ ആദ്യം റീത്ത് ഉണ്ടാക്കാൻ പോണേ കേട്ടോ. ഇതുവരെയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായില്ല. അപ്പോൾ റീത്ത് ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ നോക്കിയേ, അല്ലാതെ നോക്ക്. ഇപ്പം നമ്മൾ പ്ലേറ്റും കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. റൗണ്ട് കട്ട് ചെയ്യണേണ്. അപ്പുമാമനാണ് കട്ട് ചെയ്യണേ. നമ്മളിതാണ് കേട്ടോ ചുറ്റി വെക്കണത്. റീത്തിനെ ചുറ്റി വെക്കണത് ഇതാണ്. ഞങ്ങൾ ബ്രോഡ്വേ പോയപ്പോൾ അവിടെ 30 രൂപ ഉണ്ടായുള്ളൂ 1 മീറ്റർ. പക്ഷേ ഇപ്പം 40 രൂപയായി. ഒരു കടയിൽ 60 രൂപയൊക്കെ. എന്തായാലും പിന്നെ ഇതും വാങ്ങിച്ചതാണ്, ഡെക്കറേറ്റ് ചെയ്യാൻ വാങ്ങിച്ചതാണ്. ഇതിനും എത്രയോ 70 രൂപയുണ്ടായിരുന്നു. ഞങ്ങളുടെ റീത്ത് എങ്ങനെയുണ്ട്? അറ്റ് ലാസ്റ്റ് അതെ. എന്ത് ഗൈസ്, ഞങ്ങളുടെ റീത്ത് എങ്ങനെയുണ്ട്? നൈസായിട്ടില്ലേ? കൊള്ളാല്ലേ? കലാകാരനാണ് കലാകാരൻ. ഗൈസ്, നമുക്കിനി സ്റ്റാർ ഉണ്ടാക്കണം. സ്റ്റാർ തൂക്കിയിടണം. മറ്റേ ഡെക്കറേറ്റ് ചെയ്യുന്ന സിൽക്ക് പോലത്തെ സ്റ്റാറൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ നമ്മൾ ഉണ്ടാക്കണ സ്റ്റാർ അതുണ്ടാക്കണം. പിന്നെ എന്താ ഗിഫ്റ്റ് ബോക്സ് ഉണ്ടല്ലോ, ഗിഫ്റ്റ് ബോക്സ് ഉണ്ടാക്കണം. പിന്നെ സ്നോമാനും കൂടി ഉണ്ടാക്കണം. ഉണ്ടാക്കി തരുമുണ്ട്. അപ്പോൾ സ്നോമാനെ ഉണ്ടാക്കണം. പിന്നെന്താ ഉണ്ടാക്കാൻ പറ്റണേട്ടാ?
റീത്ത് ഉണ്ടാക്കി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. പിന്നെയുള്ള ബോൾസൊക്കെ ഓൾറെഡി വാങ്ങിച്ചൊക്കെ ഉണ്ട്. അത് മതി. അപ്പം നമുക്ക് ഉണ്ടാക്കാം. എങ്ങോട്ടാ വരണേ? അപ്പോൾ ഇനി അടുത്തത് നമ്മൾ ഉണ്ടാക്കുന്നത് ക്രിസ്മസ് ഗിഫ്റ്റ് ബോക്സുകളാണ് കേട്ടോ. ഗിഫ്റ്റ് ബോക്സ് ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. തെർമോക്കോൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സ്ക്വയർ ഷേപ്പിലൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും ഷേപ്പിൽ മുറിച്ചെടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് ഇങ്ങനെ നമ്മൾ ഇത് ഗിഫ്റ്റ് പേപ്പറും കൊണ്ട് പൊതിയുമല്ലോ, അതേപോലെ പൊതിഞ്ഞെടുക്കുക. അത്രേ ഉള്ളൂ. സ്നോ ഉണ്ടാക്കിയത് ബാൻഡേജ് ഒട്ടിച്ചൊല്ലിയുണ്ടോ? കുറച്ചുകൂടി ലൈറ്റ് വെക്കണം ഗൈസ്. നമുക്കിനി സ്റ്റാർ ഇടാം. നമ്മൾ മേളിലാണ് തൂക്കുന്നത്. പുറത്ത് വീടിൻ്റെ മേളിലാണ് തൂക്കുന്നത്. രണ്ടാമത്തെ നിലയിലാണ് തൂക്കുന്നത്. ഈ സ്റ്റാറാണ് തൂക്കുന്നത്. നമ്മൾ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം വാങ്ങിച്ച സ്റ്റാറാണ് ബ്രോഡ്വേന്ന്. അപ്പോൾ ഈ പ്രാവശ്യം വാങ്ങിച്ചില്ല. എന്തായാലും ഇതുണ്ടല്ലോ, ഇത് നല്ലതാണ്. ഇത് ലൈറ്റൊക്കെ ഇട്ട് വരുമ്പോൾ നല്ല രസമുണ്ടാകുന്നതാണ്. അപ്പോൾ ഇത് തൂക്കാം നമുക്ക്. ബൾബിട്ടു, നമ്മൾ ബൾബിട്ടു. എന്തോരല്ലേ, നല്ല മഴക്കാറുണ്ട് കേട്ടോ. നല്ല മഴക്കാറുണ്ട്. ചിലപ്പോൾ മഴ പെയ്യുമായിരിക്കും. അമ്മ ഇവിടെ വയറ് സെറ്റാക്കാണ്. നമ്മുടെ വാൽ നക്ഷത്രമാണ്. നല്ല വാല. ഓക്കെ, അപ്പം നമ്മൾ സ്റ്റാർ തൂക്കാൻ പോകണതാണ്. സ്റ്റാർ തൂക്കിയിട്ട് ലാസ്റ്റ് ലൈറ്റൊക്കെ ഇട്ടുള്ള ഔട്ട്ലുക്ക് ഏറ്റവും ലാസ്റ്റ് വീഡിയോൻ്റെ ലാസ്റ്റ് കാണിച്ചു തരാം. നമ്മുടെ ക്രിസ്മസ് ട്രീ ഇതാണ്. നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയിരുന്നതാണ് 2 ദിവസം മുന്നേ. പിന്നെ അതേ നമ്മൾ ഒരു വൈറ്റ് ബോൾസ് മേലിൽ അങ്ങനെ ഇട്ടിട്ടുണ്ട്. പിന്നെ അപ്പം ഉണ്ടാക്കിയതേ റീത്ത് നമ്മളിവിടെ വെച്ചു. നല്ല രസമില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഈ വൈറ്റ് ബോളാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. പിന്നെ ഇത് ഇനി നമ്മൾ ഇവിടെയാണ്, ഇതിൻ്റെ താഴെ ഇവിടെയാണ് നമ്മൾ പുൽക്കൂട് സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു പുൽക്കൂടും കൂടി സെറ്റ് ചെയ്താൽ നമ്മുടെ പണി കഴിഞ്ഞു. പിന്നെ സ്റ്റാർ മേളിലോട്ടു. ഓക്കെ, അപ്പോൾ നമുക്കിനി പുൽക്കൂട് സെറ്റ് ചെയ്യാം ഇവിടെ. അപ്പോൾ ഞാൻ പുറത്തുനിന്ന് 2 കമ്പ് എടുത്തുകൊണ്ട് വന്നിങ്ങനെ ഈ ചെറിയ ഉണങ്ങിയ മരം പോലെ സെറ്റപ്പിൽ വെക്കാമെന്ന് ഓർത്ത് എടുത്തുകൊണ്ട് വന്നതാണ്. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ കുറച്ച് പഞ്ഞിയൊക്കെ ഒട്ടിച്ചു വെച്ചു. അതിൽ കുറച്ച് സ്നോ വീണ പോലെയൊക്കെ ഇരിക്കാൻ വേണ്ടി. അവിടെ പുറത്ത് കുറച്ച് ബുഷ് ഉണ്ടായിരുന്നു. അപ്പോൾ ബുഷ് ഇങ്ങനെ ഉണങ്ങിയിരിപ്പുണ്ടായിരുന്നു. അത് പറിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് സ്നോയൊക്കെ തൂത്ത് ഫെവിക്കോളും കൊണ്ട് ഒട്ടിച്ച് വെക്കണതാണ്. എങ്ങനെയുണ്ട് ഗൈസ്? നല്ലതാണെങ്കിൽ കമൻറ്റിൽ പറയണം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. പിന്നെ അതേ നമ്മുടെ ഈ സൈഡിൽ വെച്ചേക്കുന്നത് നമ്മുടെ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ പ്രാവശ്യത്തെ ക്രിസ്മസ് ട്രീ ആണ്. അത് വളരെ കുഞ്ഞിതാണ് കേട്ടോ. ഈ ട്രീ വെച്ച് നോക്കുമ്പോൾ മറ്റേ ട്രീ വെച്ച് നോക്കുമ്പോൾ ഇത് കുഞ്ഞിൻ്റെ കുഞ്ഞാണ്. വളരെ കുഞ്ഞാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതെന്തിനാ അത് മാറ്റി വെക്കണേ. അപ്പോൾ അത് ഞാൻ ഈ സൈഡിൽ വെച്ച് എന്നിട്ട് അതിലും കുറേ പഞ്ഞി വെച്ച് കൊടുത്തു, സ്നോ പോലെ. അപ്പോൾ അത് വെച്ചപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ അമ്മ കുറച്ച് വൈക്കോൽ എവിടെ നിന്നോ സെറ്റാക്കി കൊണ്ടുവന്നു. അത് അവിടെ തന്നെ വീട്ടിലുണ്ടായിരുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം തന്നെയാണെന്ന് തോന്നുന്നു. അമ്മ എല്ലാം എടുത്തു വയ്ക്കുക അതുകൊണ്ട്. അപ്പോൾ അത് കുറച്ചിട്ടു. അതിൽ ഓൾറെഡി പുൽക്കൂടിൽ കുറച്ച് ചകിരി ഓൾറെഡി കിടപ്പുണ്ടായിരുന്നു. ഞാൻ അത് മാറ്റിയില്ല. എന്നിട്ട് അതിൻ്റെ പൊക്കത്ത് വൈക്കോൽ വെച്ചു. അപ്പോൾ ഇതാണ്, ഇതുപോലെ ഇരിക്കും. നല്ല ഭംഗിയില്ലേ ഗൈസ്? പിന്നെ ഞാൻ അക്വേറിയത്തിലിരുന്ന വെള്ളാറം കല്ലും കൂടി ഞാൻ കുറച്ച് ഫ്രണ്ടിൽ ഇങ്ങനെ തൂക്കിയായിരുന്നു. പിന്നെ ഇത് നമ്മുടെ പഴയ രൂപങ്ങളാണ് കേട്ടോ. നമ്മൾ ഈ പ്രാവശ്യം ഒന്നും വാങ്ങിച്ചൊന്നുമില്ല. പഴയ തന്നെ. ഇത് എത്ര വർഷമായെന്നറിയോ കയ്യിലിരിക്കുകയാണ്? ഇപ്പോൾ ഒരു 5-6-7 വർഷം കണ്ടായിട്ടുണ്ടാവും. അത് പണ്ടുള്ളതാണ്. നമ്മുടെ കുറേ ആയി. ഇനി അടുത്ത വർഷം വേറെ വാങ്ങണം. അപ്പോൾ അത് ഏതൊക്കെയാണ്? ഇതാരാന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ രാജാക്കന്മാരുണ്ടായി. ഇത് പുരോഹിതനാണെന്ന് തോന്നുന്നു. ഇവിടെ നിൽക്കുന്ന ആയതുകൊണ്ട് ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചു. പുറത്ത് നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ആ കല്ല് അവിടെ നിൽക്കണോണ്ട് കൊച്ചിന് നിൽക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് കൊച്ചല്ല, പുരോഹിതന് നിൽക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് ഞാൻ നൈസായിട്ട് കല്ലൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ നിർത്തി. പിന്നെ ആടുണ്ടായിരുന്നു, ആടിനെ നിർത്തി. പിന്നെ ഒരു രാജാവിനെ അകത്ത് വെച്ചു. ആ ഒരു രാജാവ് ഇരിക്കുന്ന ഇതിലായിരുന്നു, രൂപത്തിലായിരുന്നു. അപ്പോൾ ഞാൻ രാജാവിനെ അകത്ത് വെച്ചു. പിന്നെ ഒരു ഒട്ടകമൊക്കെ ഉണ്ടായിരുന്നു, 2-3 ഒട്ടകമൊക്കെ ഉണ്ടായിരുന്നു. അയ്യോ, ഒട്ടകം തന്നെയാണ്. പിന്നെ ആടുണ്ടായിരുന്നു. എല്ലാം ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പശുവാണെന്ന് തോന്നുന്നു, അതും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഔട്ട്ലുക്ക് വന്നിട്ട്. ഇതാണ് നമ്മുടെ സ്റ്റാർ. എങ്ങനെയുണ്ട് ഗൈസ്? എല്ലാം പറയണം കേട്ടോ, കമൻറ്റിൽ എങ്ങനെയുണ്ടെന്നൊക്കെ പറയണേ.
ആയിരുന്നു. അപ്പോൾ എന്തായാലും ഉണ്ടാക്കിയപ്പോൾ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച് ഞാൻ എടുത്തതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ, ടേക്ക് കെയർ.